ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 1-ലെ 3rd ചാപ്റ്റർ ആണ് നോക്കുന്നത്. പേജ് നമ്പർ 23. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. വി ഹാവ് ലേൺഡ് അബൌട്ട് ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച്, വിവിധ സ്റ്റേജുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് സ്റ്റേജ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഓരോ ഘട്ടത്തിൻ്റെയും ഡ്യൂട്ടികളെക്കുറിച്ച്, കടമകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ ദിസ് എക്സെപ്റ്റ് ഫ്രം APJ അബ്ദുൽ കലാംസ് മെംവാർ, എ യങ് ബോയ് ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പൊ APJ അബ്ദുൽ കലാമിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണിത്. അപ്പൊ ഈ ഭാഗത്ത് ഒരു കുട്ടി തന്റെ കടമകൾ നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. At a tender age, he forges his own bonds of life and evolves into responsible member of the family, play his role with pride and joy. Tender age എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ ഇളം പ്രായം എന്നൊക്കെ പറയും. ചെറുപ്രായത്തിൽ തന്നെ അവൻ സ്വന്തം ജീവിത ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും കുടുംബത്തിലെ ഉത്തരവാദിത്വമുള്ള ഒരു അംഗമായിട്ട് മാറുകയും ചെയ്യാണ്. അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തന്റെ ഈ റോള് അവൻ ചെയ്യാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ലിറ്റിൽ തിങ്സ് മാറ്റർ. ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ആ ചെറിയ കാര്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നതാണ്. Every morning, a large pile of newspapers in English and Tamil is delivered to me. എല്ലാ ദിവസവും രാവിലെ ഇംഗ്ലീഷിലും തമിഴിലുമുള്ള ഒരു വലിയ പത്രക്കൂമ്പാരം, പത്രക്കെട്ട്, പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂമ്പാരം അല്ലെങ്കിൽ കെട്ട് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അത് എനിക്ക് കിട്ടുകയാണ്. ഡ്യൂറിങ് മൈ ട്രാവൽസ് അബ്രോഡ് ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. വിദേശ യാത്രകളിൽ പോലും ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ അറിയുമായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഐ ഡു ദിസ് ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ മാഗസിൻസ് ആൻഡ് പേപ്പേഴ്സ്. മാഗസിനുകളിലെയും പത്രങ്ങളിലെയും വാർത്താ ലേഖനങ്ങളും എഡിറ്റോറിയലുകളും ഒക്കെ വായിക്കാനായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയാണ് ഞാൻ ആശ്രയിച്ചിരുന്നത്. കാരണം ന്യൂസ് പേപ്പർ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ കയറിയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ന്യൂസ് ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു. ആരാ ഇത് പറയുന്നത്? APJ അബ്ദുൽ കലാം ആണ്. I was born in the year 1931. ഞാൻ ജനിച്ചത് 1931 When I was about 8, World War II broke out. എനിക്ക് ഏകദേശം 8 വയസ്സുള്ളപ്പോൾ 2ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇദ്ദേഹം ജനിച്ചത് എന്നാണ്? 1931 അതിനോടുകൂടി 8 ആഡ് ചെയ്യണം അല്ലെ? 8 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ 1939 2ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ 1ാം ലോകമഹായുദ്ധം എപ്പോഴായിരുന്നു? 1914 തൊട്ട് 1918 വരെ. 2ാം ലോകമഹായുദ്ധം 1939 തൊട്ട് 1945 വരെയാണ് 2ാം ലോകമഹായുദ്ധം ഉണ്ടായിരുന്നത്. ഡെയിലി ലൈഫ്, however, remained fairly unaffected initially, particularly for us in the southern tip of the country. എന്നിരുന്നാലും ദൈനംദിന ജീവിതത്തെ തുടക്കത്തിൽ ഇത് കാര്യമായി ബാധിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഞങ്ങൾക്ക്. അപ്പൊ തെക്കേ അറ്റം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണല്ലേ ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടുകാർക്കും അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്കും ഒന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. The only source of information about the outside world was the newspaper. പുറം ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഏക ഉറവിടം പത്രം മാത്രമായിരുന്നു. The agency that distributed newspapers was run by my cousin Shamsuddin. പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസി നടത്തിയിരുന്നത് എൻ്റെ കസിനായ ഷംസുദ്ദീൻ ആയിരുന്നു. Along with Jalaluddin, he was a big influence in my early life. ജലാലുദ്ദീനോടൊപ്പം എൻ്റെ ആദ്യകാല ജീവിതത്തിൽ അദ്ദേഹവും വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ഷംസുദ്ദീൻ had great affection for me and encouraged me in so many ways that he became a guiding light for me. ഷംസുദ്ദീന് എന്നോട് വലിയ സ്നേഹമുണ്ടായിരുന്നു, പല വിധത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം എനിക്കൊരു വഴികാട്ടിയായിട്ട് മാറി. ഷംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദ ഓൺലി വൺ ഇൻ രാമേശ്വരം. രാമേശ്വരത്ത് ഷംസുദ്ദീന്റെ പത്ര ഏജൻസി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. There were about 1,000 literate people in the town and he delivered newspapers to all of them. പട്ടണത്തില് 1000-ഓളം സാക്ഷരരായ, ലിറ്ററസി ഉള്ള, അതായത് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം അദ്ദേഹം പത്രങ്ങൾ എത്തിച്ചു കൊടുത്തു. The papers carried news about the independence movement that was heading towards a crescendo at the time. സ്വാതന്ത്ര്യ സമരം ഒരു കൊടുമുടിയിലേക്ക് നീങ്ങുന്ന വാർത്തകൾ അന്നത്തെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു.
These news items would be read and discussed among everyone. ഈ വാർത്തകൾ എല്ലാവരും വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നു. There would also be news from the war front about Hitler and the Nazi army. യുദ്ധമുഖത്തു നിന്നുള്ള വാർത്തകളും ഹിറ്റ്ലറെയും നാസി സൈന്യത്തെയും കുറിച്ചുള്ള വാർത്തകളും ആ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. The Tamil paper ദിനമണി was the most popular of all. തമിഴ് പത്രമായ ദിനമണിയായിരുന്നു അന്ന് ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്നത്. The way the papers reached Rameshwaram was quite unique. രാമേശ്വരത്ത് പത്രങ്ങൾ എത്തിയ രീതി വളരെ സവിശേഷമായിരുന്നു, യുണീക്ക് ആയിരുന്നു. ദേ കെയിം ബൈ മോർണിംഗ് ട്രെയിൻ ആൻഡ് വെർ കെപ്റ്റ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അവർ രാവിലെ ട്രെയിനിൽ വന്ന് രാമേശ്വരം സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരുന്നത്. From there, they had to be collected and sent to all the subscribers. അങ്ങനെ അവിടെ നിന്ന് അവ ശേഖരിച്ച് എല്ലാ മാസവരിക്കാർക്കും പത്രങ്ങൾ വാങ്ങുന്ന ആൾക്കാർക്കും അയക്കണമായിരുന്നു. This was Shamsuddin's business and he managed it effortlessly. അപ്പോൾ ഇതായിരുന്നു ഷംസുദ്ദീന്റെ ബിസിനസ്. അദ്ദേഹം അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. However, as World War II raged, it affected the newspaper delivery business in a strange way. എന്നിരുന്നാലും രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് പത്രവിതരണ ബിസിനസിനെ വിചിത്രമായ രീതിയിലാണ് ബാധിച്ചത്. The British government had placed a number of sanctions and rations on goods. ബ്രിട്ടീഷ് സർക്കാർ സാധനങ്ങൾക്ക് നിരവധി റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. കാരണം വെച്ചാൽ ലിമിറ്റഡ് ഫുഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അധികം അരിയൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നു. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവെയിൽഡ് ഇൻ ദ കൺട്രി. അടിയന്തരാവസ്ഥ പോലെയുള്ള ഒരവസ്ഥ രാജ്യത്തിൽ അപ്പോൾ നിലനിന്നിരുന്നു. ആർ ലാർജ് ഫാമിലി ഫെൽ ദ ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫാമിലി എങ്ങനെയാണ്, വലിയ കുടുംബമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ രൂക്ഷമായി അനുഭവിച്ചു, വളരെ വലുതായിരുന്നു. ഫുഡ്, clothes, the needs of the babies of the household all became difficult to procure. ഭക്ഷണം, വസ്ത്രങ്ങൾ, വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ഇവയൊക്കെ നിറവേറ്റാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. നമ്മൾ ഏകദേശം ഇത്രയൊന്നും വരില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മളും അനുഭവിച്ചായിരുന്നു അല്ലേ. ഫ്ലഡിന്റെ ഒക്കെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. പുറത്തു നിന്നൊക്കെ ഫുഡൊക്കെ എത്തിയിരുന്നു അല്ലെ. ഇത്രയൊന്നും അനുഭവിച്ചില്ലെങ്കിലും കുറച്ചധികം നമ്മളും അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറി തുടങ്ങിയിരുന്നു. ആദ്യമൊന്നും ഇതിന്റെ പ്രശ്നങ്ങളൊന്നും ഇവരുടെ പ്രദേശത്ത്, അതായത് സദേൺ കൺട്രിയിലെ രാജ്യത്തിന്റെ തെക്കു ഭാഗത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് യുദ്ധം ഇങ്ങനെ രൂക്ഷമായി തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ടായി തുടങ്ങി. As the difficulties of the war continued to affect us, Shamsuddin came up with a proposal that excited and delighted me. യുദ്ധത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ ബാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷംസുദ്ദീൻ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. One fallout of the conditions was that the rail stop at Rameshwaram station had been done away with. ഈ സാഹചര്യങ്ങളുടെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യാഘാതം എന്ന് പറയുന്നത്, രാമേശ്വരം സ്റ്റേഷനിലെ ആ ഒരു റെയിൽ സ്റ്റോപ്പ് ഇല്ലാതായി എന്നാണ്. അപ്പൊ ആ രാമേശ്വരം സ്റ്റേഷനിലെ റെയിൽ സ്റ്റോപ്പിലാണ് ഈ പത്രങ്ങളൊക്കെ എത്തിക്കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അവിടെ ആ സ്റ്റോപ്പ് ഇല്ലാതായി. വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ? നമ്മുടെ പേപ്പറുകൾക്ക് പിന്നെ എന്ത് സംഭവിക്കും? ഹൗ ആർ ദേ ടു ബി കളക്റ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ദ പീപ്പിൾ ഓഫ് ദ ടൗൺ? അവ എങ്ങനെ ശേഖരിച്ച് പട്ടണത്തിലെ എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യും? ഷംസുദ്ദീൻ ഫൗണ്ട് എ വേ ഔട്ട്. ഷംസുദ്ദീൻ ഒരു വഴി കണ്ടെത്തി. The papers would be kept ready in large bundles. പേപ്പറുകൾ വലിയ കെട്ടുകളാക്കി തയ്യാറാക്കി സൂക്ഷിക്കും. As the train chucked down the Rameshwaram Dhanushkodi track, they would be flung out onto the platform. രാമേശ്വരം ധനുഷ്കോടി ട്രാക്കിലൂടെ ട്രെയിൻ നീങ്ങുമ്പോൾ അവ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയും. And that is where I came in. അങ്ങനെയാണ് ഞാൻ ഈ സീനിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ഷംസുദ്ദീൻ offered me the enjoyable job of collecting these bundles of papers thrown from the moving train and then taking them around town for distribution. അപ്പൊ ഷംസുദ്ദീൻ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നോട്? ഓടുന്ന ട്രെയിനിൽ നിന്നും വലിച്ചെറിയപ്പെട്ട കടലാസ് കെട്ടുകൾ ശേഖരിച്ച് ആ നഗരം മുഴുവൻ വിതരണം ചെയ്യുന്നതിനുള്ള രസകരമായ ജോലിയാണ് ഷംസുദ്ദീൻ എനിക്ക് വാഗ്ദാനം ചെയ്തത്. മൈ enthusiasm knew no bounds. എൻ്റെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു. ഐ വാസ് ഓൺലി 8. എനിക്ക് 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഐ വാസ് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻ എ മീനിങ് ഫുൾ വേ ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം.
പക്ഷേ വീട്ടിലെ വരുമാനത്തിലേക്ക് അർത്ഥവത്തായ രീതിയിൽ ഞാൻ സംഭാവന ചെയ്യാൻ പോവാണ്, ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്, എൻ്റെ ഒരു കുഞ്ഞു പങ്ക് അല്ലേ. For many days, I had noticed the amount of food on my mother and grandmother's plates becoming lesser and lesser as they divided the portions between all of us. കുറച്ച് നാളുകളായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടായിരുന്നു. എൻ്റെ അമ്മയും മുത്തശ്ശിയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡെല്ലാം ഭാഗം വെച്ച് നൽകുമ്പോൾ അവരുടെ പ്ലേറ്റുകളിലെ ഭക്ഷണത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. പല ദിവസങ്ങളായിട്ട് ഞാനിത് ശ്രദ്ധിച്ചിരുന്നു. The children were always fed first and I don't remember any of us ever going hungry. ഞങ്ങൾ കുട്ടികൾക്കാണ് ആദ്യം ഭക്ഷണം നൽകിയിരുന്നത്. പിന്നെ ഞങ്ങളിൽ ആരും ഒരിക്കലും വിശന്നിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ തരുമായിരുന്നു. ഒബ്വിയസ്ലി ദ വിമൻ വെർ കോംപ്രമൈസിങ് ഓൺ ദെയർ ന്യൂട്രീഷൻ ഫോർ അസ്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു. അവർക്ക് കിട്ടേണ്ട ഫുഡും കൂടി ഞങ്ങൾക്കായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവസ്ഥ കുറച്ച് പരിതാപകരമായി തുടങ്ങിയല്ലേ. ഐ റെഡിലി ആക്സെപ്റ്റഡ് ഷംസുദ്ദീൻസ് ഓഫർ. അതുകൊണ്ട് തന്നെ ഷംസുദ്ദീൻ്റെ ഓഫർ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പൊ ഇൻകം മാത്രമല്ല, എനിക്ക് ഇഷ്ടവുമായിരുന്നു ഈ ജോലി ചെയ്യാനായിട്ട്. ഹവെവർ മൈ ന്യൂ ജോബ് ഹാഡ് ടു ബി ഫിറ്റഡ് ഇൻ ടു മൈ റെഗുലർ റുട്ടീൻ. എൻ്റെ പുതിയ ജോലി എൻ്റെ പതിവ് ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഒരു റുട്ടീൻ വർക്കായിട്ട് മാറി. മൈ സ്റ്റഡീസ് ആൻഡ് സ്കൂൾ ഹാഡ് ടു കണ്ടിന്യൂ ആസ് ബിഫോർ. അപ്പം എൻ്റെ സ്റ്റഡീസ്, എൻ്റെ പഠനവും സ്കൂളും പഴയതുപോലെ തന്നെ തുടരേണ്ടിയും വന്നു. ദ ഡെലിവറി ബിസിനസ് ഹാഡ് ടു ബി അക്കോമഡേറ്റഡ് അമിഡ്സ്റ്റ് ഓൾ ദീസ് അതർ ആക്ടിവിറ്റീസ്. ഈ മറ്റ് എല്ലാ പ്രവർത്തനങ്ങൾക്കിടയിലും ഡെലിവറി ബിസിനസ് നടത്തേണ്ടതായിട്ട് വന്നു. ഡെലിവറി എന്ന് പറയുമ്പോൾ എന്താണിത്? പത്രങ്ങളെ വിതരണം ചെയ്യുന്ന ആ ബിസിനസ്. എമംഗ് മൈ സിബ്ലിങ്സ് ആൻഡ് കസിൻസ് ഐ ഹാഡ് ഷോൺ ആൻ ഏർലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമാറ്റിക്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരി സഹോദരന്മാരല്ലേ. അപ്പൊ സിബ്ലിങ്സിന്റെ ഇടയിലും കസിൻസിന്റെ ഇടയിലും അവരെ വെച്ച് നോക്കുമ്പോൾ മാത്തമാറ്റിക്സിന് ഞാൻ കൂടുതൽ അഭിരുചി കാണിച്ചിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. മൈ ഫാദർ ഹാഡ് അറേഞ്ച്ഡ് ഫോർ മീ ടു ടേക്ക് ട്യൂഷൻസ് ഫ്രം അവർ മാത്തമാറ്റിക്സ് ടീച്ചർ. അങ്ങനെ എൻ്റെ അച്ഛൻ മാത്തമാറ്റിക്സ് ടീച്ചറുടെ അടുത്ത് എന്നെ ട്യൂഷന് ചേർത്തു. However, my teacher had a condition that we students needed to reach his home at dawn after having taken a bath. ഞങ്ങൾ വിദ്യാർത്ഥികൾ കുളിച്ച ശേഷം പുലർച്ചെ തന്നെ വീട്ടിലെത്തണമെന്ന് അധ്യാപകൻ ഒരു നിബന്ധന വെച്ചു. So for a year, which was the duration of the tuition, I started my day while it was still dark outside with my mother shaking me awake. അങ്ങനെ ട്യൂഷൻ സമയമായ ഒരു വർഷത്തേക്ക് പുറത്ത് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, അതായത് നേരെ ഒന്നും വെളുത്തിട്ടുണ്ടാവില്ല, ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ദിവസം ആരംഭിച്ചു. എൻ്റെ അമ്മ എന്നെ എന്നും ഉണർത്തുമായിരുന്നു. ഷീ വുഡ് ദെൻ ഹെൽപ്പ് മീ ബാത്ത് ആൻഡ് സെൻഡ് മീ ഓൺ മൈ വേ ടു മൈ ടീച്ചേഴ്സ് ഹോം. അവൾ എന്നെ കുളിക്കാനൊക്കെ സഹായിക്കും. കാരണം കുളിച്ച് ചെല്ലണം എന്നാണല്ലോ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ കുളിക്കാനൊക്കെ സഹായിക്കും, എന്നിട്ട് ടീച്ചറുടെ വീട്ടിലേക്ക് അയക്കും. ദെയർ ഐ വുഡ് സ്റ്റഡി ഫോർ ആൻ അവർ ആൻഡ് റിട്ടേൺ ബൈ 5 AM. അങ്ങനെ അവിടെ ഞാൻ ഒരു മണിക്കൂറോളം പഠിക്കും, എന്നിട്ട് 5 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരും. ബൈ ദെൻ മൈ ഫാദർ വുഡ് ബി റെഡി ടു ടേക്ക് മീ ടു ദ അറബിക് സ്കൂൾ നിയർ ബൈ. അപ്പോഴേക്കും അച്ഛൻ എന്നെ അടുത്തുള്ള അറബിക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടാവും. ആഫ്റ്റർ മൈ ലെസൺ വാസ് ഓവർ ഐ വുഡ് സ്പ്രിന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ പഠനം കഴിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടും. സൂൺ ദ എൻജിൻ സ്മോക്ക് വുഡ് ബി വിസിബിൾ ഇൻ ദ ഡിസ്റ്റൻസ്. താമസിയാതെ എൻജിൻ പുക ഇങ്ങനെ ദൂരെ നിന്ന് കാണാമായിരുന്നു. ദ ഹോൺ വുഡ് ബി ടൂട്ടഡ് ലൗഡ്ലി ആൻഡ് വിത്ത് എ തണ്ടറസ് റോർ ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. ഉച്ചത്തിൽ ഹോൺ മുഴങ്ങുകയും ഇടിമുഴക്കത്തോടെ ട്രെയിൻ ഇങ്ങനെ സ്റ്റേഷൻ കടന്നു പോവുകയും ചെയ്യും. ഐ ഹാഡ് വർക്ക്ഡ് ഔട്ട് ദ ബെസ്റ്റ് സ്പോട്ട് ഫ്രം വിച്ച് ടു കീപ്പ് ആൻ ഐ ഔട്ട് ഫോർ ദ ഫ്ലൈയിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ്. പറന്നു പോകുന്ന പത്രക്കെട്ടുകൾ ശ്രദ്ധിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലം ഞാൻ കണ്ടെത്തിയിരുന്നു. ട്രെയിനിൽ നിന്നിങ്ങനെ പത്രങ്ങളെല്ലാം വലിച്ചെറിയുവാണല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് അത് കണ്ടെത്താനായിട്ട് ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയിരുന്നു. ലൈക്ക് ക്ലോക്ക് വർക്ക് ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. ക്ലോക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സങ്ങളൊന്നുമില്ലാതെ കൃത്യമായ സമയത്ത് വളരെ ആസൂത്രിതമായി നടക്കുന്ന കാര്യങ്ങളെയാണ് ലൈക്ക്
ക്ലോക്ക് വർക്ക് എന്ന ഒരു ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ക്ലോക്ക് വർക്ക് പോലെ അവ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എറിയപ്പെടും. The train would then huff and puff away. Shamsuddin's person in the train would wave out to me and my job would begin. ട്രെയിൻ പുകയൊക്കെ വിട്ട് ശബ്ദത്തോടു കൂടി പോകും. അപ്പൊ ഷംസുദ്ദീന്റെ ഒരാളുണ്ട് ട്രെയിനിനകത്ത്. അയാളാണ് ഈ ന്യൂസ് പേപ്പർ എല്ലാം പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തെറിഞ്ഞത്. അപ്പൊ അദ്ദേഹം എന്നെ കൈവീശി കാണിക്കും. ആൻഡ് മൈ ജോബ് വുഡ് ബിഗിൻ. അങ്ങനെ അവിടെ നിന്റെ ജോലി ആരംഭിക്കും. ഐ ദെൻ പിക്ഡ് അപ്പ് ദ ബണ്ടിൽസ്, ഡിവൈഡഡ് ദം അപ്പ് ഇൻ ടു ബാച്ചസ് അക്കോർഡിംഗ് ടു ദ നെയ്ബർഹുഡ് ഇൻ വിച്ച് ദ പേപ്പേഴ്സ് ഹാഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഓഫ് ഐ വെന്റ്. പിന്നെ ഞാൻ കെട്ടുകൾ എടുക്കും. എന്നിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യേണ്ട പ്രദേശങ്ങൾക്കനുസരിച്ച് ഓരോ ബാച്ചുകളായിട്ട് തിരിക്കും. എന്നിട്ട് ആ പത്രക്കെട്ടുകളുമായിട്ട് ഞാൻ ഇറങ്ങും. ഫോർ അബൌട്ട് ആൻ അവർ ഐ ടോർ അറൌണ്ട് രാമേശ്വരം ഡെലിവറിംഗ് ദ പേപ്പേഴ്സ് ടു എവ്രി വൺ. ഏകദേശം 1 മണിക്കൂറോളം രാമേശ്വരത്ത് ഞാൻ ടോർ അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൃതി പിടിച്ച് നടക്കുക, ചുറ്റിത്തിരിയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ രാമേശ്വരം ഫുള്ള് ഞാൻ ഇങ്ങനെ ധൃതി പിടിച്ച് ഓടും. ഡെലിവറിംഗ് ദ പേപ്പേഴ്സ് ടു എവ്രി വൺ, എല്ലാവർക്കും പത്രങ്ങൾ എത്തിച്ചുകൊണ്ട്. സൂൺ ഐ ബിഗാൻ ടു ഐഡന്റിഫൈ പീപ്പിൾ ബൈ ദ പേപ്പേഴ്സ് ദേ റെഡ്. അങ്ങനെ താമസിയാതെ പലരും വായിക്കുന്ന പത്രങ്ങളും ആരൊക്കെയാണ് ഈ പത്രങ്ങളൊക്കെ വായിക്കുന്നത്, എവിടെയൊക്കെയാണ് ഡെലിവറി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് തന്നെ പഠിച്ചു. Many would be waiting for me. പലരും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. And there would always be a friendly word or two. 1-2 സൗഹൃദ വാക്കുകൾ എപ്പോഴും ഉണ്ടാകും. സുഖാണോ, നീ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയല്ലേ ആൾക്കാര്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടാവും. Some would tell me to hurry back home so I would not be late for school. അപ്പൊ ചിലർ പറയും വീട്ടിലേക്ക് വേഗം പോയിക്കോ, സ്കൂളിൽ പോകാൻ വൈകണ്ട എന്നൊക്കെ ചിലർ പറയും. I think most people enjoyed being handed their papers by a cheerful 8-year-old. രാവിലെ ഒരു 8 വയസ്സുകാരൻ നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി നല്ല സ്മൈലോടുകൂടി അവരുടെ പത്രങ്ങൾ നൽകുന്നത് മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. Our town being on the east coast, by the time the work was over at 8 a.m. the sun would be high up in the sky. ഞങ്ങളുടെ പട്ടണം കിഴക്കൻ തീരത്തായതിനാൽ രാവിലെ 8 മണിക്ക് ജോലി കഴിയുമ്പോഴേക്കും സൂര്യൻ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കും. അതായത് കിഴക്കാണല്ലോ സൂര്യൻ ഉദിക്കുക. അപ്പൊ 8 മണിയാകുമ്പോഴത്തേനും വെയിലൊക്കെ വന്നിട്ടുണ്ടാവും. Now I headed back home where my mother waited with breakfast. ഞാൻ വീട്ടിലേക്ക് മടങ്ങും. അവിടെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. A simple meal would be served. ലളിതമായ ഒരു ഭക്ഷണമായിരിക്കും വിളമ്പുന്നുണ്ടാവുക. But how hungry I was. പക്ഷേ എനിക്ക് എത്ര വിശക്കുന്നുണ്ടെന്നോ, അത്രയും അധികം വിശപ്പുണ്ടായിരുന്നു എനിക്ക്. കാരണം വെച്ചാൽ ഇത്രയും ജോലിയൊക്കെ ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പൊ നല്ല വിശപ്പുണ്ടാവും. My mother made sure I ate every morsel before sending me off to school. എൻ്റെ അമ്മ എല്ലാ മോഴ്സൽ എന്ന് പറയുന്നത് പീസ് ഓഫ് ഫുഡ് ആണ്. അപ്പൊ ഭക്ഷണത്തിന്റെ എല്ലാ കഷ്ണങ്ങളും കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കും. ബട്ട് മൈ വർക്ക് ഡിഡ് നോട്ട് എൻഡ് ദെയർ. പക്ഷെ എൻ്റെ ജോലി അവിടെ അവസാനിക്കുന്നില്ല. ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്കൂൾ വാസ് ഓവർ ഐ വുഡ് ഡു ദ റൗണ്ട്സ് ഓഫ് ഷംസുദ്ദീൻസ് കസ്റ്റമേഴ്സ് അഗെയിൻ കളക്ടിങ് ഡ്യൂസ്. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഷംസുദ്ദീന്റെ കസ്റ്റമേഴ്സിനെ അവരെല്ലാം കണ്ട് അവരുടെ ഡ്യൂസ് എല്ലാം, പണം എല്ലാം ബാക്കിയുണ്ടെങ്കിൽ ശേഖരിക്കും. ദെൻ ഐ വുഡ് മീറ്റ് ഹിം. എന്നിട്ട് അദ്ദേഹത്തെ ഞാൻ കാണും. സോ ദാറ്റ് ഹി കുഡ് വർക്ക് ഔട്ട് ദ അക്കൗണ്ട്സ് ഓഫ് ദ ഡേ. അദ്ദേഹത്തിന് അന്നത്തെ കണക്കുകൾ അതുകൊണ്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും. എത്രയൊക്കെ ആളുകളുടെ കയ്യിൽ നിന്നും പൈസ പിരിച്ചു കിട്ടി എന്നൊക്കെയുള്ള കണക്കുകളെല്ലാം അദ്ദേഹത്തിന് നന്നായിട്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അറ്റ് ദാറ്റ് ടൈം സിറ്റിംഗ് സംവെയർ നിയർ ദ സീ with the breeze blowing in, Jalaluddin and Shamsuddin would finally open up the day's paper. ആ സമയത്ത് കടലിനടുത്ത് എവിടെയോ ഇരുന്ന് കാറ്റൊക്കെ വീശുമ്പോൾ ജലാലുദ്ദീനും ഷംസുദ്ദീനും അന്നത്തെ പത്രം തുറക്കും. അപ്പോഴാണ് അന്നത്തെ പത്രം തുറക്കുന്നത്. All of us would pore over the black type of the ദിനമണി. ദിനമണി പത്രത്തിന്റെ കറുത്ത അക്ഷരങ്ങളിലൂടെ ഞങ്ങൾ എല്ലാവരും സൂക്ഷ്മമായി നോക്കും. One of them would read aloud the news items. അവരിൽ ഒരാള് വാർത്തകൾ ഉറക്കെ വായിക്കും. And slowly the larger outside world would enter our consciousness. പത്രമെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പുറം ലോകം നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരും. ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, ഇ.വി. രാമസ്വാമി,
their words would hang in the evening air. ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, EV രാമസ്വാമി ഇവരുടെ എല്ലാം വാക്കുകൾ വൈകുന്നേരങ്ങളിൽ ആ എയറിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. കാരണം പത്രത്തിലൂടെ അവരുടെ വാക്കുകളെല്ലാം ഇവർ വായിക്കുകയാണ്. I would trace the photos and words with my fingers, wondering what it must be like to be out there in the larger world with all of them. ഞാൻ എൻ്റെ വിരലുകൾ കൊണ്ട് ഫോട്ടോകളും വാക്കുകളും എല്ലാം ട്രേസ് ചെയ്യും, അതൊക്കെ വായിച്ചെടുക്കും. അവരോടെല്ലാം കൂടെ, അതായത് ഈ ഗാന്ധിജിയോടും കോൺഗ്രസ്, ഹിറ്റ്ലർ, EV രാമസ്വാമി ഇവരുടെയൊക്കെ കൂടെ ആ വലിയ ലോകത്തെ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. Maybe I thought to myself, one day I would go to the big cities like Madras, Bombay and Calcutta. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ ഒരു ദിവസം ഞാൻ മദ്രാസ്, ബോംബെ, കൊൽക്കത്ത തുടങ്ങിയ വലിയ നഗരങ്ങളിൽ പോകുമെന്ന് അങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്. വാട്ട് വുഡ് ഐ സേ ഇഫ് ഐ എവർ ഗോ ടു മീറ്റ് പീപ്പിൾ ലൈക്ക് ഗാന്ധിജി ആൻഡ് പണ്ഡിറ്റ് നെഹ്റു? ഗാന്ധിജിയെയും പണ്ഡിറ്റ് നെഹ്റുവിനെയും പോലുള്ളവരെ കാണാൻ കഴിഞ്ഞാൽ ഞാൻ എന്തു പറയും? ബട്ട് സച്ച് തോട്ട്സ് were soon interrupted by the calls of my playmates and then the call for dinner. പക്ഷേ എൻ്റെ കളിക്കൂട്ടുകാരുടെ വിളിയും തുടർന്ന് അത്താഴത്തിനുള്ള വിളിയും അത്തരം ചിന്തകളെ പെട്ടെന്ന് തടസ്സപ്പെടുത്തും. There was homework to be done and even an 8-year-old has only that much energy to spend. അങ്ങനെ ഗൃഹപാഠം ചെയ്യാനുണ്ടാവും. ഒരു 8 വയസ്സുകാരന് ചിലവഴിക്കാൻ അത്രയും ഊർജം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനിയും എനർജി ലൂസ് ചെയ്യാനായിട്ടില്ല, അത്രയും എനർജിയേ ഉള്ളൂ. ബൈ 9 PM ഐ വുഡ് ബി ഫാസ്റ്റ് അസ്ലീപ്. 9 മണിയാകുമ്പോഴേക്കും ഞാൻ നല്ല ഉറക്കത്തിലാകും. ആസ് ദ നെക്സ്റ്റ് ഡേ മോർ സ്റ്റഡീസ് ആൻഡ് ദ ലൈഫ് ഓഫ് എ വർക്കിംഗ് മാൻ ലേ ഇൻ സ്റ്റോർ. കാരണം അടുത്ത ദിവസം കൂടുതൽ പഠനങ്ങൾ ഉണ്ടാവും, കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ടാവും, ഹോംവർക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ജോലിക്കാരൻ്റെ ജീവിതവും അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ. ഒരു ജോലിയും കൂടി ചെയ്യുന്നുണ്ടല്ലോ. രാവിലെ പത്രം ഇടാൻ പോകുന്നു, വൈകുന്നേരം അതിൻ്റെ ഡ്യൂസ് എല്ലാം, പൈസ എല്ലാം കളക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ജോലിയും കൂടി ചെയ്യുന്നുണ്ട്. ദിസ് റൂട്ടീൻ കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് എ ഇയർ. ഈ പതിവ് ഒരു വർഷത്തോളം തുടർന്നു. In that 1 year of running around with the papers, I grew taller and browner. പേപ്പറുകളുമായി ഓടി നടന്ന ആ ഒരു വർഷത്തിൽ ഞാൻ കൂടുതൽ പൊക്കം വെച്ചു. അതുപോലെ തന്നെ എൻ്റെ സ്കിന്നെല്ലാം ഒരു ബ്രൗൺ കളറായി മാറി. കാരണം വെയിലത്തൂടെ ഓടി നടക്കുകയാണ് പേപ്പറൊക്കെ ഇടാനൊക്കെ ആയിട്ട്. അപ്പം സ്കിന്നെല്ലാം ബ്രൗൺ കളറായി. I also learned that I could now judge quite accurately the distances I could cover at a sprint with a bundle of papers in my hand. ഒരു കെട്ട് പേപ്പറുകളുമായിട്ട് നല്ല സ്പീഡിൽ എത്ര ദൂരം സഞ്ചരിക്കാമെന്ന് ഞാൻ കൃത്യമായിട്ട് വിലയിരുത്തി. ഹെൻസ് ഐ കുഡ് ടൈം മൈ അറൈവൽ അറ്റ് വേരിയസ് ലൊക്കാലിറ്റീസ് അറ്റ് ദ സെയിം ടൈം എവ്രി ഡേ. അങ്ങനെ എല്ലാ ദിവസവും ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഐ കുഡ് കാൽക്കുലേറ്റ് ഇൻ മൈ ഹെഡ് ദ എമൗണ്ട് ഓഡ് ടു ഷംസുദ്ദീൻ ബൈ ഈച്ച് ഓഫ് ഹിസ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് കുഡ് റീൽ ഓഫ് ദ നെയിംസ് ഓഫ് ദോസ് ഹു ഹാഡ് നോട്ട് പെയ്ഡ് അപ്പ് ദാറ്റ് ഡേ. ഷംസുദ്ദീൻ്റെ ഓരോ വരിക്കാരനും അദ്ദേഹത്തിന് നൽകാനുള്ള തുക എൻ്റെ മനസ്സിൽ കണക്കാക്കാനും ആ ദിവസം പണം അടയ്ക്കാത്തവരുടെ പേരുകൾ മനസ്സിലാക്കാനും അത് ഓർത്തു പറയാനും എനിക്ക് കഴിഞ്ഞു. Mostly I learned that to be a working man meant you had to be up and ready to face the day, whatever else may happen to you. ഒരു ജോലിക്കാരനാവുക എന്നാൽ നിങ്ങൾ ഉണർന്നിരിക്കുകയും ആ ദിവസത്തെ നേരിടാൻ തയ്യാറാകുകയും ചെയ്യണമെന്നാണ് ഞാൻ കൂടുതലായിട്ട് പഠിച്ചത്. എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാൻ നമ്മൾ പഠിക്കണം. ഹോംവർക്ക്, ട്യൂഷൻ, prayers all carried on, but Madras Dhanishkodi meal would not wait for me. ഗൃഹപാഠം, ട്യൂഷൻ, പ്രാർത്ഥനകൾ എല്ലാം തുടർന്നു. പക്ഷെ മദ്രാസ് ധനുഷ്കോടി മെയിൽ എന്നെ കാത്തുനിന്നില്ല. I had to be present at the station at the correct time and at the correct point to collect the bundles as they came flying in. കെട്ടുകൾ പറന്നു വരുമ്പോൾ അവ ശേഖരിക്കാൻ കൃത്യസമയത്തും കൃത്യസ്ഥലത്തും ഞാൻ സ്റ്റേഷനിൽ ഹാജരാവേണ്ടിയിരുന്നു. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ബ്രഷ് വിത്ത് ടേക്കിംഗ് അപ്പ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് സീയിങ് ടു ഇറ്റ് ദാറ്റ് ഐ കെപ്റ്റ് മൈ വേർഡ് ടു മൈ കസിൻ ഷംസുദ്ദീൻ നോ മാറ്റർ വാട്ട്. ഈ ജോലി ഓഫർ ചെയ്തത് ഷംസുദ്ദീൻ ആയിരുന്നു അല്ലേ. അപ്പൊ അദ്ദേഹത്തോടുള്ള വാക്ക് പാലിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന്റെ ആദ്യ ശ്രമമായിരുന്നു അത്. It was also the most enjoyable time and I loved every moment of it, often notwithstanding the intense tiredness every night. ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എല്ലാ രാത്രിയും കഠിനമായ ക്ഷീണം ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ജോലിയാണ് അത്.
My mother often fretted at my taking up this additional work and told it was taking on me, but I shook my head and smiled at her. ഈ അധിക ജോലി ഏറ്റെടുക്കുന്നതിലും അതെനിക്ക് വരുത്തി വെക്കുന്ന ഭാരത്തിലും എൻ്റെ അമ്മ പലപ്പോഴും വിഷമിച്ചിരുന്നു. അപ്പൊ അമ്മ പറയുമ്പോഴൊക്കെ ഞാൻ അവളുടെ നേരെ നോക്കി ഒന്ന് ചിരിക്കുമായിരുന്നു. അതൊരു അഭിമാനത്തിന്റെ പുഞ്ചിരിയാണല്ലേ. കാരണം എന്താ, നോയിങ് ദാറ്റ് മൈ ഏർണിംഗ്സ് വെർ സംഹൗ ഹെൽപ്പിംഗ് us all and that she was secretly proud of me for having taken on the role of a working man at the age of 8 kept me going with a smile on my face, a working man at the age of 8. അമ്മയുടെ ആ അഭിമാനമാണ് എൻ്റെ യാത്രയിൽ ഒരു പുഞ്ചിരിയോടെ എന്നെ മുന്നോട്ട് നയിച്ചത്. APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മക്കുറിപ്പായ മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. അപ്പൊ ഈ സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അബൌട്ട് ദി ഓദർ നോക്കാം. APJ അബ്ദുൽ കലാം, ബോൺ ഇൻ രാമേശ്വരം, തമിഴ്നാടു, വാസ് എ സയന്റിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ്സ്മാൻ ഹു ലെഡ് ഇന്ത്യസ് മിസൈൽ ആൻഡ് സ്പേസ് പ്രോഗ്രാംസ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ ബഹിരാകാശ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ഒരു ശാസ്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫ്രം 2002 to 2007. അപ്പൊ 2002 മുതൽ 2007 വരെ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഹിസ് ഡീപ്പസ്റ്റ് ഇൻട്രസ്റ്റ് ലേ ഇൻ ഷെയറിംഗ് ഹിസ് ഐഡിയാസ് വിത്ത് യങ് മൈൻഡ്സ്. എമംഗ് ഹിസ് വർക്ക്സ് ആർ ഇന്ത്യ 2020, 1998 അത് ഇറക്കിയത്, വിങ്സ് ഓഫ് ഫയർ 1999, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, യു ആർ ബോൺ ടു ബ്ലോസം ആൻഡ് ടാർഗറ്റ് 3 billion. അപ്പൊ ഇദ്ദേഹത്തിന് യുവാക്കളുമായിട്ട് അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഒക്കെ പങ്കുവെക്കുന്നതിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയും വായിക്കുന്നില്ല. ഹി വാസ് ദ റെസിപ്പിയന്റ് ഓഫ് സെവറൽ പ്രസ്റ്റീജിയസ് അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ദ ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ഉൾപ്പെടെ നിരവധി അഭിമാനകരമായ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു.